ചിത്രരചനയിൽ ദേശീയ തല മത്സരങ്ങളിൽ വരെ പങ്കെടുത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുകയാണ് ഒരു 10ാം തരം വിദ്യാർത്ഥിനി. കൂത്തുപറമ്പിനടുത്ത 3ാം പീടികയിലെ സലിനാസിൽ MC ആശാലക്ഷ്മിയാണ് ഈ ചിത്രകാരി. ഇതിനകം 100 കണക്കിന് ചിത്രങ്ങൾ വരച്ചതിനൊപ്പം പ്രാദേശിക തലം മുതൽ ദേശീയ തലത്തിൽ വരെയുള്ള അനവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് ആശാലക്ഷ്മി. ചെറുപ്പം മുതൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ആശാലക്ഷ്മി 4ാം ക്ലാസ് മുതലാണ് മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയത്. ഏഴാം ക്ലാസ് മുതലാണ് ചിത്രരചന ശാസ്ത്രീയമായി അഭ്യസിച്ചു തുടങ്ങിയത്. പിണറായി കിഴക്കുംഭാഗം ജൂനിയർ ബേസിക് സ്കൂൾ പ്രധാനാധ്യാപകനായ സലിൻ കുമാറിന്റെയും ജിബിനയുടെയും മകളും മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ആശാലക്ഷ്മി ഇതിനകം 100 കണക്കിന് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ജലച്ചായത്തിലും ഫാബ്രിക് പെയിന്റിംഗിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആശാലക്ഷ്മിയുടെ ചിത്രങ്ങൾക്ക് പ്രകൃതിയാണ് പലപ്പോഴും പ്രമേയമായിട്ടുള്ളത്. 500-ന് മുകളിൽ ചിത്രം എന്തായാലും ഉണ്ടാവും. കൂടുതൽ ഫാബ്രിക് പെയിന്റിങ്, വാട്ടർ കളറാണ്. പെൻസിലും കളർ പെൻസിലും ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ എനിക്കിഷ്ടം വാട്ടർ കളർ, ഓയിൽ പെയിന്റ്. കൂടുതൽ പ്രകൃതി, വെള്ളച്ചാട്ടങ്ങൾ, അത് ഭയങ്കര ക്രേസാണ്. പ്രാദേശിക, ജില്ലാ, സംസ്ഥാന, ദേശീയ മത്സരങ്ങളിൽ അനവധി തവണ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയ പ്രതിഭയാണ് ആശാലക്ഷ്മി. ഏറ്റവും ഒടുവിൽ തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ജലച്ചായ മത്സരത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം നടത്തിയ ദേശീയ ചിത്രരചനാ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ ഗ്രൂപ്പ് B വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി ദേശീയതല മത്സരത്തിലും ഈ 16കാരി പങ്കെടുത്തിട്ടുണ്ട്. നേരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സംഘടിപ്പിച്ച ദേശീയതല ചിത്രരചനാ മത്സരത്തിൽ 2ാം സ്ഥാനവും ഈ കൊച്ചു കലാകാരി നേടിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദിവസം മുമ്പിലാണ് കലോത്സവം സ്റ്റേറ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റി. വാട്ടർ കളറായിരുന്നു ഇതിനോ. A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റിൽ. അതിന് മുമ്പിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഊർജ്ജ സംരക്ഷണ മന്ത്രാലയത്തിൻ്റെ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് കിട്ടി, നാഷണലിലേക്ക് പോയി. അവിടുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫാബ്രിക് പെയിൻറ്റിങ് 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് സ്റ്റേറ്റിലേക്ക് പോയി A ഗ്രേഡ് 4ും 2ും ആയിട്ട് നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വിദ്യാരംഗത്തിൻ്റെ സ്റ്റേറ്റ് വരാനുണ്ട്, ശില്പശാല. അപ്പോൾ അതിനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. മകളുടെ നേട്ടങ്ങളിൽ ഏറെ അഭിമാനമുണ്ടെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. അത് ചെറിയ ക്ലാസ്സിൽ മുതലേ വരക്കുന്നുണ്ട്. പക്ഷെ 4ാം ക്ലാസ്സെല്ലാം ആയപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നെല്ലാം തോന്നി. മത്സരങ്ങളിലൊക്കെ 4ാം ക്ലാസ് മുതലാണ്. 7ാം ക്ലാസ്സിൽ ആ ഒരു സമയത്തിലാണ് നമ്മൾ ഒരാൾ കീഴിൽ പഠിക്കാൻ തീരുമാനിച്ച്. അങ്ങനെ കൂത്തുപറമ്പ് അനഘ സതീശൻ മാഷ് എടുത്തുകൊണ്ടിട്ട് പഠിച്ചു. പിന്നെ ഇപ്പം വാട്ടർ കളറിൽ കുറച്ചും കൂടി മാറ്റം വരുത്തേണ്ടിയിട്ട് കണ്ണൂർ ഗീതാഞ്ജലിയിൽ ലോഹിതാക്ഷൻ സാറിൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. കൂടുതൽ അതിൽ ശ്രദ്ധ. പിന്നെ ഓയിൽ പെയിൻറ്റിങ്ങും പെൻസിൽ ഡ്രോയിങ്ങും ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇഷ്ടം ഇതിനോടാണ്, ഫാബ്രിക്കും വാട്ടർ കളർ. മോനെ 4ാം ക്ലാസ്സിലാണ്. ധ്യാൻ നാരായണൻ എന്ന പേര്. മോനും അത്യാവശ്യം വരക്കുന്ന തന്നെ. ഇവിടെ 4ാം ക്ലാസ് മുതലാണ് ഇത് കുറച്ചൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് തോന്നി കുറച്ച് നന്നായിട്ട് വരക്കാനുള്ളൊരു കഴിവുണ്ട് എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ നമ്മൾ കൂത്തുപറമ്പിൽ അതൊരു ഡ്രോയിങ് മാസ്റ്റർ കുറച്ച് കാലം അവിടെ നിന്ന് പഠിച്ചു. അതിനുശേഷം പിന്നെ അവർ വളരെ നന്നായി വരുന്നുണ്ട്. അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ കുറച്ച് കാലം കണ്ണൂരിലേക്ക് മറ്റൊരു പരിശീലനത്തിലേക്ക് അയച്ചു. അപ്പോൾ കുറച്ചുകൂടി സമ്മാനങ്ങളൊക്കെ ഇവിടെ പല മത്സരങ്ങളിലും വിജയിക്കാൻ തുടങ്ങി. അഭിമാനം തോന്നുന്നുണ്ട്, വളരെ അഭിമാനം തോന്നുന്നുണ്ട്.
കാരണം നമുക്കൊന്നും അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല ഇവിടുന്ന്. അപ്പോൾ അത് മകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള നല്ല സന്തോഷം തോന്നുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാലയിലേക്ക് ജില്ലയിൽ നിന്ന് ഹൈസ്കൂൾ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 2 പേരിൽ ഒരാളാണ് ആശാലക്ഷ്മി. അത് ഹൈസ്കൂൾ വിഭാഗത്തിൽ തന്നെ ചിത്രീകരണം എന്നാണ് മത്സരം വരിക. ശില്പശാല പോലെയാണ്. ഇനി സ്റ്റേറ്റിലേക്ക് അങ്ങോട്ടേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് വേണം. പഠനത്തോടൊപ്പം ചിത്രരചനയും കൊണ്ടുപോകുന്ന ഈ കലാകാരിക്ക് ഡിസൈനിങ് രംഗത്ത് ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. ഡ്രോയിങ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ കിട്ടിയതെല്ലാം ഡ്രോയിങ്ങിലൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇനി പഠിത്തം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനി ജോലിക്ക് നോക്കുന്നതാണെങ്കിലും ഒരു ഡ്രോയിങ് ബേസ് ചെയ്തിട്ട് ഒരു ഡിസൈനിങ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രോയിങ് തന്നെ കൂടെ കൊണ്ടുപോയിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം. ഡ്രോയിങ് ബേസ് ചെയ്തിട്ട് തന്നെ ഫ്യൂച്ചറിൽ. 4ാം ക്ലാസ്സുകാരനായ സഹോദരൻ ധ്യാൻ നാരായണനും ചിത്രരചനയിൽ ചേച്ചിയുടെ പാതയിലേക്ക് ചുവട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.